ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വെള്ളരിക്ക തോരൻ വയ്ക്കാം. ഈ വെള്ളരിക്കയുടെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ നടുക്കത്തെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഞാൻ ഒരു വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ ചിരകിയത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 3-4 തണ്ട് കറിവേപ്പില, 2 വറ്റൽമുളക്, വെളുത്തുള്ളി 3 എണ്ണം, 4 ചെറിയ ഉള്ളി, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്കിതിനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിന് ജീരകം, ഒരു 2 തണ്ട് കരിയാപ്പില, വെളുത്തുള്ളി, 3 ചെറിയ ഉള്ളി, ഒരു 3-4 പച്ചമുളക്, നമ്മുടെ എരിവിന് ആവശ്യമായത്. നേരത്തെ ഞാൻ ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ ഈ പച്ചമുളക് കാണിച്ചില്ലായിരുന്നു. തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി. നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ ഈ തേങ്ങ ഇവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് താളിക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് വറ്റൽമുളക്, 2 തണ്ട് കരിയാപ്പില, നമ്മൾ എടുത്തു വെച്ചിരുന്ന 4 ചെറിയ ഉള്ളിയിൽ 1 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞാണ്, അത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഈ വെള്ളരിക്ക അരിഞ്ഞ് ചേർക്കാം. ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇനി ഇത് നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിനകത്ത് ഉപ്പിട്ടുകൊണ്ട് വെള്ളരിക്കായ ധാരാളം വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് അത് അതിനകത്തുനിന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് തോരൻ പോലെ കിട്ടത്തില്ല, മുഷിയായിട്ടിരിക്കും. ഞാൻ ഏകദേശം ഒരു 2 മിനിറ്റായിട്ട് വഴറ്റുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ അരപ്പ് ചേർക്കാം, ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ വെള്ളരിക്കയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ വെള്ളരിക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വെള്ളരിക്കയൊക്കെ ഇതുപോലെ സ്വന്തമായിട്ട് വെജിറ്റബിൾ ഗാർഡനൊക്കെ ഉള്ളവർക്ക് വെള്ളരിക്കയൊക്കെ ഉണ്ടെങ്കിൽ ഒരു സാമ്പാറും അവിയലും കിച്ചടിയൊക്കെ അല്ലാതെ മറ്റെന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്നുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഈ വെള്ളരിക്ക തോരൻ. അപ്പം നമ്മുടെ വെള്ളരിക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ട്രൈ ഇറ്റ് ആൻഡ് എൻജോയ്.